ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. മുൻ മന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന CV പത്മരാജൻ കൊല്ലത്ത് അന്തരിച്ചു. കൊല്ലം ജില്ലയിലെ പരവൂർ സ്വദേശിയായ അദ്ദേഹത്തിന് 93 വയസ്സായിരുന്നു. 1982 ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ച് K. കരുണാകരൻ മന്ത്രിസഭയിൽ ഗ്രാമവികസന ഫിഷറീസ് മന്ത്രിയായി. പിന്നീട് മന്ത്രിപദം രാജിവെച്ച് KPCC പ്രസിഡന്റായി. 87 തോറ്റെങ്കിലും 91 വീണ്ടും വിജയിച്ചു. പിന്നീട് വൈദ്യുതി കയർ വകുപ്പ് മന്ത്രിയുമായി. K. കരുണാകരൻ അപകടത്തിൽപ്പെട്ട് അമേരിക്കയിൽ ചികിത്സയിൽ പോയപ്പോൾ ആക്ടിംഗ് മുഖ്യമന്ത്രിയായി. 1994 AK ആന്റണി മന്ത്രിസഭയിൽ ധനം, കയർ, ദേവസ്വം, ഫിഷറീസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കൊല്ലത്ത് 4 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ 4 കുട്ടികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 4 പേരും ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരുന്നു. പാലക്കാട് മരണമടഞ്ഞയാളുടെ മകന് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സംശയിച്ചതോടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ സംശയിച്ചത്. തുടർ പരിശോധന നടത്തും. വിവിധ ജില്ലകളിലായി ആകെ 723 പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതിൽ 51 പേരാണ് പുതുതായി സംശയിക്കുന്ന വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. സംസ്ഥാനത്ത് ആകെ 38 പേർ ഹയസ്റ്റ് റിസ്കിലും 142 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. കിം പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ മാർക്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ വർഷത്തെ പ്രവേശന പ്രക്രിയയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. പരീക്ഷയിലെ മാർക്ക് ഏകീകരണം സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളി. ജസ്റ്റിസ് PS നരസിംഹയും ജസ്റ്റിസ് AS ചന്ദോർക്കറും ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അതേസമയം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഓഗസ്റ്റ് 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കണമെന്ന AICT മാർഗനിർദ്ദേശം സംസ്ഥാന സർക്കാർ പാലിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു അറിയിച്ചു. ജൻ ശിക്ഷൻ സംസ്ഥാന്റെ ഗുണഭോക്തൃ സംഗമവും പ്രദർശനവും കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി നാളെ രാവിലെ മലപ്പുറം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യും. JSSന്റെ കീഴിൽ പരിശീലനം പൂർത്തീകരിച്ച 1800 ഗുണഭോക്താക്കൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അദ്ദേഹം നിർവഹിക്കും. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് പരിപാടി. രോഗം ബാധിച്ച തെരുവു നായ്ക്കളെ വെറ്റിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മന്ത്രിമാരായ MP രാജേഷ്, J. ചിഞ്ചുറാണി എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തെരുവുനായ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ABC ചട്ടങ്ങളിലെ ഇളവിനായി കേന്ദ്ര സർക്കാരിനെ വീണ്ടും സമീപിക്കുമെന്നും മന്ത്രി MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു. ശക്തമായ മഴയെ അവഗണിച്ച് ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്ന് ശബരിമലയിൽ എത്തിയത്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രയിൽ വിമർശനവുമായി ഹൈക്കോടതി. സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രാക്ടറിൽ അജിത് കുമാർ യാത്ര ചെയ്തത് ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്ന് ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഭക്തരോ പോലീസോ മറ്റേതെങ്കിലും വകുപ്പിലെ ഉദ്യോഗസ്ഥരോ യാത്ര ചെയ്യരുതെന്ന് വിലക്കിയിട്ടുള്ളതാണെന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 63 പോയിന്റ് നേട്ടത്തിൽ 82,634-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 16 പോയിന്റ് നേട്ടത്തിൽ 25,212-ലും വ്യാപാരം അവസാനിപ്പിച്ചു. വയനാട് മൂടക്കൊല്ലിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ തകർത്ത പ്രദേശത്ത് തന്നെയാണ് വീണ്ടും ആനയെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.